വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇറാൻ അതിരു കടന്നാൽ വീണ്ടും സൈനിക ആക്രമണമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. കടൽ കൊള്ളക്കാരെ പോലെയാണ് അമേരിക്ക ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് ലാഭമുള്ള പ്രവൃത്തിയാണെന്നും ട്രംപ് ഫ്ലോറിഡയിലെ റാലിയിൽ പറഞ്ഞു. Turn your ship around. Evacuate your engine room immediately. And you see all these guys running out of there. Now, they're 5 miles away. And one shot into the engine room, blew up the engine room. The ship stopped. They used tugboats, and then we landed on top of it. On top of everything else, we then land on top of it, and we took over the ship. We took over the cargo, took over the oil. It's a very profitable business. Who would have thought we were doing that? We're like pirates. We're sort of like pirates. പൈറേറ്റ്സ് എന്ന വാക്കാണ്, കടൽ കൊള്ളക്കാർ എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചത്. ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ പല കപ്പലുകളും തടയുകയോ തിരിച്ചയക്കുകയോ ചെയ്യുന്നുണ്ട് അമേരിക്ക. ഇതിനിടയിൽ 2ഓളം കപ്പലുകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഹോർമുസിൽ. ഈ കപ്പലുകളിലെ എണ്ണയടക്കമുള്ള സമ്പത്തിലാണ് ട്രംപിൻ്റെ കണ്ണ്. അതാണ് തങ്ങൾ ഈ കപ്പലുകൾക്ക് മുകളിൽ ഇറങ്ങുന്നു, പിടിച്ചെടുക്കുന്നു, ആ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന് തന്നെയാണ് പൈറേറ്റ്സ് എന്ന് ട്രംപ് സൂചിപ്പിച്ചത്. ഒപ്പം തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇറാൻ ആവശ്യപ്പെടുന്നതെന്നും വൈറ്റ് ഹൗസിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതി ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. കൃത്യമായ മറുപടി നൽകിയില്ല. അതേസമയം 2 മാർഗങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. അതിലൊന്ന് ഇറാനെ ആക്രമിച്ച് പൂർണ്ണമായി നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക. മാനുഷിക പരിഗണന മുൻനിർത്തി ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രധാന പോംവഴിയായി മുന്നിലുണ്ട് എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. അങ്ങനെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇറാൻ 14 നിർദ്ദേശങ്ങൾ ട്രംപിന് മുന്നിൽ വെക്കുന്നു. പക്ഷേ ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്ന പശ്ചാത്തലമൊരുങ്ങുകയാണ്. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഏറ്റവും പുതിയ ഭീഷണി ഏത് നിമിഷവും യുദ്ധമുണ്ടാകുമെന്നുള്ളതാണ്. വേണമെങ്കിൽ ഗൾഫിലെ സഖ്യരാഷ്ട്രങ്ങളെ പോലും ആക്രമിക്കും എന്ന് വീണ്ടും ഇറാൻ ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലം മറുവശത്ത് നിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ പുതിയ മാർഗം ഇപ്പോൾ കടൽ കൊള്ളക്കാരാണ് തങ്ങളെന്ന് ഒക്കെ വിശേഷിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ഇനിയും ഇറാൻ്റെ കപ്പലുകളെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. രഞ്ജിത്ത്, ഒരു ലോകരാഷ്ട്ര തലവനാണ് ഇത്തരത്തിൽ താൻ കടൽക്കൊള്ളക്കാരനാണ്, അല്ലെങ്കിൽ അമേരിക്ക കടൽക്കൊള്ളക്കാരെ പോലെ പെരുമാറുന്നു എന്ന് വളരെ ആഹ്ലാദത്തോടു കൂടി പറയുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ സ്വത്ത് ഇങ്ങനെ കൊള്ളയടിക്കുന്ന കാര്യത്തിലാണ് അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത്. ഫ്ലോറിഡയിൽ റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ പരാമർശമുണ്ടായത്. ഇത് കേട്ടിരുന്നവർ വലിയ തോതിൽ കൈയടിക്കുകയും ചെയ്തിരുന്നു. ട്രംപിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഇറാൻ്റെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുന്നു, അതിനുശേഷം US സൈനികർ അതിലേക്ക് പറന്നിറങ്ങുന്നു, അതിലെ കാർഗോയും ഓയിലും തങ്ങൾ തട്ടിയെടുക്കുന്നു. ഇതൊരു ലാഭമുള്ള കാര്യമാണ്, കടൽക്കൊള്ളക്കാരെ പോലെയാണ് ഇപ്പോൾ അമേരിക്ക പെരുമാറുന്നത് എന്ന് ട്രംപ് വലിയ ആഹ്ലാദത്തോടു കൂടി പറയുന്ന വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് ഫ്ലോറിഡയിൽ ഇത്തരത്തിലുള്ള പരാമർശം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം നേരത്തെ തന്നെ ഈ 14 ഉപാധികളുമായി, ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ ഭാഗമായാണ് ഇറാൻ ഇത്തരത്തിലൊരു 14 ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇത് തള്ളിക്കളയുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ പ്രതികരണം. എന്നാൽ ഇന്നലെ വാഷിംഗ്ടണിൽ അടക്കം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയത് അത് പരിശോധിക്കുന്നു എന്നതാണ്. ആ ഉപാധികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക പരിശോധിക്കുന്നുണ്ട്, അതിനുശേഷം മാത്രം അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിലപാട്. ഇനി നമുക്ക് ഈ ഉപാധികൾ എന്ത് എന്നത് കൃത്യമായി പരിശോധിക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇറാൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം അവർക്ക് അവിടെ പരിപൂർണമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇറാൻ്റെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ നിറയ്ക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളെ കടത്തിവിടാത്ത സാഹചര്യമുണ്ട്. ഇത് വലിയ സാമ്പത്തിക ബാധ്യത ഇറാന് വരുത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കരുത് എന്നതാണ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ഹൂതികളുമൊക്കെ തന്നെ ഇറാനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനനെയും യമനെയും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അത് അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഈ 14 ഉപാധികളുടെ ഭാഗമായി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, സംഘർഷത്തിലുണ്ടായ നാശനഷ്ടമാണ്. ഇതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കണം എന്ന കാര്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ചുങ്കപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാൻ നേരത്തെ തന്നെ ഉപാധിയായി വെച്ചതാണ്. കാരണം ആ രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഈടാക്കാനുള്ള അവകാശം, അതൊന്നും തന്നെ അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊന്നും തന്നെ
പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു നിലയിലല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ ട്രംപ് പറയുന്നത് സമാധാനം ആഗ്രഹിക്കുന്നു. ഒന്നുകിൽ ഇറാനെ പരിപൂർണമായി നശിപ്പിക്കുക എന്ന കാര്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. മറ്റൊന്ന് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുക, യുദ്ധം അവസാനിപ്പിക്കുക, അതിന് തങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഇറാൻ വഴങ്ങണം എന്ന ഒരു നിലയിലേക്ക് പോകുന്നു. ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിലും ചില പ്രായോഗിക തടസ്സങ്ങൾ ട്രംപിന് മുന്നിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് US കോൺഗ്രസിൻ്റെ അംഗീകാരം ഇതിന് വേണമെന്ന ഒരു നിയമം. പക്ഷേ അത് മറികടന്ന് നേരത്തെ തന്നെ പല പ്രസിഡന്റുമാരും യുദ്ധം നടത്തിയിട്ടുണ്ടെന്ന വാദമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ മുന്നോട്ട് വെച്ചത്. അത് മറികടക്കുക, എന്നാൽ പോലും ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാപരമായി ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി യുദ്ധം നിർത്തുന്നു എന്ന പ്രഖ്യാപനമൊക്കെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. പക്ഷേ US-ന്റെ സേനാവിന്യാസം അതേപടി അതാണ് US യുദ്ധം നിർത്തിയെന്നൊക്കെ US കോൺഗ്രസിനെ അറിയിക്കുമ്പോഴും ട്രംപ് അറിയിക്കുമ്പോഴും അവിടെ സേനാവിന്യാസം അതുപോലെ ഉണ്ട് എന്നുള്ളതിന് മറുപടി പറയാൻ ട്രംപിന് സാധിക്കുന്നില്ല. മറ്റൊന്ന്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.